മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ 2020 അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യന്റെ ടൈറ്റ് കണ്ട് എഴുതിയാണ്ട് പേടിക്കൊന്നും വേണ്ട. കാരണം ഇത് 2020 ക്വസ്റ്റ്യൻ ആണ്. 2023 2024 ആവുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും. ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത്രയും പ്രീവിയസ്, നമ്മൾ വെറും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൽ നമ്മൾ റിവിഷൻ ആയിട്ട് കണ്ടന്റ് കൂടി നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ വീഡിയോന്റെ ലെങ്ത് കൂടി പോകും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും എക്സാം ആകുമ്പോൾ ഇത് ഉപകാരപ്പെടും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, നമുക്ക് നല്ലൊരു സ്കോർ ഈ ഒരു ചാപ്റ്ററിൽ നല്ല മാത്സിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് 2020 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇത്തരം ടൈറ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എക്സാം എഴുതുമ്പോൾ ഒന്നുകൂടി സുഖമായിരിക്കും. ഓക്കെ, ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 72. എന്താ പറയുള്ളത്? ആദ്യത്തെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 72 ആണ്. ഓക്കെ, അരിത്തമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നതും 72 ആണ്. എടാ നോക്കടാ, ഇതല്ലേ നമ്മളോട് 9 ആൾക്കാരുണ്ട് മൊത്തല്ലേ? 1 2 3 4 5 6 7 8 9. ഈ 9 ആൾക്കാരെ തുക എന്ന് പറയുന്നത് 72 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 4 ആൾക്കാരെ തുക എന്ന് പറയുന്നത് അതും 72 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതും 72 ആണെന്നാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമൺ ഡിഫറൻസ് ആയ ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റെഡിയാണോ? അതായത് നമ്മളുടെ ശ്രേണി എന്ന് പറയുന്നത് കുറഞ്ഞായിരിക്കും വരിക. ഓക്കെ, നമ്മളുടെ ഫസ്റ്റത്തെ ചോദ്യം എന്താ നോക്കാം. ഇപ്പൊ നിലവിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? S4. നമ്മളെന്താ S4 എന്നല്ലേ നമ്മൾ ഡിനോട്ട് സമ്മാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഏതൊരു ശ്രേണിയിലെയും സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് 3 ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് A+n-1 × d, അതായത് nth ടേം കാണാനും അതേപോലെ സമ്മ് കാണാനുള്ള 2 ഇക്വേഷനുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നിലവിൽ സമ്മ് കാണാന്ന് പറയുമ്പോൾ ഒരു സംശയമില്ലാതെ നിങ്ങൾ എഴുതിക്കൊണ്ട് എസ് ആണ് നമ്മൾ സമ്മിന് ഉപയോഗിക്കല്. ഓക്കെ, Sn = n/2 × 2a + n-1 × d നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, n/2 × a1 + an പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ കൂടി നമ്മൾ ഉപയോഗിക്കും. ഈ ഇക്വേഷനിൽ a എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, n എന്താണ് അറിയാം, d ഒക്കെ അറിയാം. പക്ഷെ ഇയാളിൽ a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും an എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമുമാണ്. ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം പോലെ തന്നെ a എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. ഈ n എന്ന് പറയുന്നത് എന്താ? എത്രാമത്തെ ടേം, അതാണ് ഈ n എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, റെഡി ആണോ? അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് S4 എന്ന് പറയുന്നത്, ഇതാ ചോദ്യത്തിൽ നമ്മൾ തന്നിട്ടുണ്ട്. S4 എന്ന് പറയുന്നത് 72ഉം S9 എന്ന് പറയുന്നത് 72 ആണെന്നും തന്നിട്ടുണ്ട്. റെഡിയാണോ? ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദ സീക്വൻസ്? അതായത് ഈ ഒരു സീക്വൻസിലെ 5th ടേം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ മക്കളെ, ഇയാളുടെ സമ്മിൽ നിന്ന്, അതായത് ഇയാൾ മൊത്തം 9 ആൾക്കാരുണ്ട് അല്ലെ? ഈ 9 ആൾക്കാരെ സമ്മിനെ, ആ സമ്മ് എന്ന് പറഞ്ഞാൽ 72 ആണ്. ഈ 9 ആൾക്കാരെ സമ്മിനെ 9 ആൾക്കാരെ നമ്മൾ S9 എന്നാണ് വിളിക്കാറുള്ളത് അല്ലെ? ഈ 9 ആൾക്കാരുടെ സമ്മിനെ നമ്മൾ ഇത്രയും ആൾക്കാരെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ, അതായത് ഈ 72നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ, അതായത് ഇത്രയും സമ്മിനെ നമ്മൾ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അതിന്റെ സെൻട്രത്തെ ആളുടെ ടേം കിട്ടും. സെൻട്രത്തെ ആള് എന്ന് പറയുന്നത് 1 2 3 4 5ാമത്തെ ആളായിരിക്കും. സെൻട്രത്തെ ആള് എന്ന് പറയുന്നത് ഇയാളുടെ ടേം നമുക്ക് കിട്ടും. എന്താ കിട്ടുക? 72/9 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പൊ ഇയാളെ നമുക്ക് കിട്ടും 8 ആണ്. ഇയാളുടെ ടേം എന്ന് പറയുന്നത് 8 ആയിരിക്കും. അത് എത്രാമത്തെ ആളാ? 5th ടേം ആയിരിക്കും. 1 2 3 4 5ാമത്തെ ആളാണ് ഈ 8 എന്ന് പറയുന്നത്. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താ? 5th ടേം. ഈ സീക്വൻസിലെ 5th ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ, ഇയാളുടെ സമ്മ് എന്ന് പറഞ്ഞ S9 ആണ്. അപ്പൊ 5th ടേം എന്ന് പറയുന്നത് 5th ടേം = S9 ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരെ നമ്മൾ എന്താ ഹരിക്കുക. അതായത് തുക ബൈ എണ്ണാണ് അവിടെ ചെയ്യണത്, അത് മീനാണ് നമ്മൾ ചെയ്യണത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 72/9 എന്ന് കിട്ടും. നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞത് 8 എന്ന് കിട്ടും. കിട്ടിയോ? അപ്പൊ ഫസ്റ്റത്തെ ഇയാളെ നമുക്ക് കിട്ടി, 8 ആണെന്ന് കിട്ടി. പിന്നെ എന്തിനാ സാറേ ഇക്വേഷൻ എന്നൊക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞുതരും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ,
ഇപ്പൊ 9 ആൾക്കാരാന്ന്, അത് ഈ 9 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. ഇനിയിപ്പോ അടുത്തത് 5 ആൾക്കാരാന്ന് വിചാരിക്കുക, 1 2 3 4 5. ഇയാളുടെ സമ്മിനെ ഇത്രയും ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കിത് സെൻട്രത്തെ ആളെ കിട്ടും. റെഡിയാണോ? അത് ഓടായിരിക്കണം, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കണം. ഓക്കെ, ഇയാളുടെ സമ്മിനെ നമ്മൾ ഇത്രയും ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് ഇത്രയും ആളുടെ സം എന്ന് പറയുന്നത് SN അല്ലെങ്കിൽ ഒരു 100 ആണെന്ന് വിചാരിക്കുക. ഈ 100നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ, 5 ആൾക്കാരല്ലേ, 1 2 3 4 5, 5 ആൾക്കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം എന്ന് പറയുന്നത് ഈ ടേം ആയിരിക്കും, സെൻട്രലിലുള്ള ഈ മൂന്നാമത്തെ ആളിന്റെ ടേം ആയിരിക്കും. അത് നമ്മൾ ഓർത്ത് വെക്കണം. ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് വായിക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. എന്താണ്? അപ്പോൾ ഈ ഒരു സീരീസിലെ ആദ്യത്തെ 5 ടേമുകളുടെ 1 2 3 4 5 ടേമുകളുടെ സം എന്താണെന്നാണ് ഞാൻ ചോദിച്ചുള്ളത്. അതായത് ആദ്യത്തെ 5 ആൾക്കാരുടെ സം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. എടാ, ആദ്യത്തെ 4 ആൾക്കാരുടെ സം നമുക്കറിയാം 72 ആണെന്ന്. അവിടെ ഒരാളും കൂടി വരുമ്പോൾ 5 ആൾക്കാരായി. അപ്പൊ അത്രയും ആളുകളുടെ എന്ത് കൂട്ടിയാൽ മതി? സംഖ്യ കൂട്ടിയാൽ മതി. 1 2 3 4 5 ഇത്രയും ആളുകളെ കൂട്ടിയാൽ 5 ആൾക്കാരെ സമ്മ് കിട്ടി. അഞ്ചാമത്തെ ആളെ നമുക്കറിയാം, 4 ആളെ വരെയുള്ള സമ്മും നമുക്കറിയാം. അപ്പൊ 72വിന്റെ കൂടെ ഒരു 8 കൂട്ടിയാൽ എന്ത് കിട്ടും? ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ് കിട്ടും, അല്ലെങ്കിൽ തുക കിട്ടും അല്ലെ? 5 ആളുകളുടെ സമ്മ് കിട്ടും, അല്ലെങ്കിൽ തുക കിട്ടും. അപ്പൊ രണ്ടാമത്തെ ഒരു ആൻസർ എന്ന് പറയുന്നത് ആരുടെ കൂടെ? S4ന്റെ കൂടെ. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് S4 ആണ്. S4ന്റെ കൂടെ നമ്മൾ ആരെ കൂട്ടണ്ട്? അഞ്ചാമത്തെ ആളെ കൂട്ടും. അഞ്ചാമത്തെ ആളെ നമ്മൾ ഡിനോട്ട് ചെയ്യല് A5 എന്നാണ്. S4 നമുക്കറിയൂലേ, S4 72 ആണ്. S4 72 ആണ്. A5 എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആളെ നമ്മൾ കണ്ടു 8 എന്ന് കണ്ടു. അപ്പൊ 72 + 8 എന്ന് പറയുന്നത് 80 എന്ന് വരും. ഇത്രയും റെഡിയാണോ? ഇനി നമ്മളെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ട് ഇതിൽ നമുക്ക് 5th ടേം ആണ് നിലവിൽ നമുക്ക് കാണേണ്ടത് അല്ലേ? നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഫസ്റ്റത്തെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടല്ല നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കുറച്ച് ലെങ്ത് ഉണ്ടാവുന്നുള്ളൂ. എടാ മക്കളെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് നിലവിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഫസ്റ്റത്തെ ഒരു ആൻസർ കണ്ടെത്താന് പറ്റൂല, കാരണം ഇവിടെ A1 നമുക്ക് അറിയില്ല, AN അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ ഫസ്റ്റ് 9 ടേം ഈസ് ഓൾസോ 72 എന്ന് പറയുന്നത്. ആദ്യത്തെ 9 ടേമുകളുടെ തുക 72 ആണ്. അത് ഈ ഒരു ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കുക. അതായത് S9 = N എന്താ? 9 ആണ്. അപ്പോ 9/2 ഇൻറ്റു 2 ഉണ്ട്. A നമുക്കറിയില്ല, അയാൾ അതേപോലെ എഴുതി. N നമുക്കറിയാം, N എത്രയാ? 9 ആണ്. അപ്പോ 9 - 1 എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോ 8D എന്ന് കൊടുക്കും. ഇത് എന്ന് പറയുന്നത് 72 ആണെന്ന് നമ്മളോട് തന്നിട്ടുണ്ട്. റെഡിയാണോ? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം, അതേപോലെ 9 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ആരുണ്ടാവുക? 2A + 8D = 72 ഓൾറെഡി അവിടെ ഉണ്ട്. ഈ 2 എന്ന് പറയുന്നത് ഹരിക്കണം 2 ആണ്. ഹരിക്കണം 2 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം 2 ആയിരിക്കും. ഇത് ഇവിടെ ഒരു 9 ഉണ്ട്, ഗുണിക്കണം 9 ആണ്. ഈ ഗുണിക്കണം 9 അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 9 ആയിട്ട് മാറി. ഈ 9നെയും ഈ 72നെയും ഞാൻ കട്ട് ചെയ്തു. 72നെ കട്ട് ചെയ്യുമ്പോൾ 9 8 72 ആണ്. അപ്പൊ നമുക്ക് 16 എന്ന് കിട്ടും. എടാ മക്കളെ, ഈ 2A + 8D എന്നുള്ളത് 16 എന്ന് കിട്ടി. റെഡിയാണോ? നമ്മള് 5th ടേമിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 5th ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് A + 4D അല്ലേ? നമ്മൾ 5th ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് അല്ലേ? ഇതെങ്ങനെ A + 4D വന്ന്? നമ്മൾ A + N - 1 ഇൻറ്റു ഡിയിൽ നമുക്ക് N-ന് നമ്മൾ എന്താ 5 കൊടുക്കും. N-ന് 5 കൊടുക്കുമ്പോൾ A + N-ന് 5 കൊടുക്കുമ്പോൾ 5 - 1 4D. അങ്ങനെയാണ് 5th ടേമിന് A + 4D എന്ന് വന്നത്. അപ്പൊ 6th ടേമിന് എന്തായിരിക്കും? A + 5D. അപ്പൊ 10th ടേമിന് എന്തായിരിക്കും? A + 9D. ഒരു D അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ? എടാ മക്കളെ നോക്കടാ, A + 4D എന്ന് പറഞ്ഞാൽ 5th ടേം ആണെന്ന് നമുക്ക് കിട്ടും.
എടാ ഇവിടെ a+8d = 16, അതായത് സോറി 2a+8d = 16 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇയാളെ ഞാൻ ഒരു 2 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചാൽ നമുക്ക് ഇയാളെ കിട്ടൂലേ, a+4d കിട്ടൂലേ? ഇയാളെ ഞാൻ ഒരു 2 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുകയാണ്. എല്ലാവരെയും സമത്തിന്റെ അപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ ഒരു 2 കൊണ്ടാണ് കട്ട് ചെയ്യാണ്. അപ്പൊ ഇയാളെ 2a/2 എന്ന് പറയുന്നത് a മാത്രമായിട്ട് മാറും. 2a/2 a മാത്രമായിട്ട് മാറും. പ്ലസ് 8d/2 എന്ന് പറയുന്നത് 4d ആയിട്ട് മാറും. നമ്മൾ അഗെയിൻ 16 നമ്മൾ 2 കൊണ്ട് ചെയ്യുക, 8 എന്ന് കിട്ടും. എടാ a+4d എന്ന് പറഞ്ഞാൽ 5th ടേം അല്ലേ? 5th ടേം = 8 എന്ന് കിട്ടിയത് കണ്ടോ? നമുക്ക് ഇവിടെ 8 എന്ന് കിട്ടിയ ഫസ്റ്റത്തെ ഉത്തരം നമുക്ക് 8 എന്ന് കിട്ടിയത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ ഉത്തരം നിങ്ങൾക്ക് വന്നത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. 1, 2 മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റൈറ്റ് ദ സീക്വൻസ്. അപ്പൊ ഈ ഒരു ശ്രേണി അല്ലെങ്കിൽ ഈ ഒരു സമാന്തര ശ്രേണി, ഇത് വെറും ശ്രേണിയല്ല, ഇയാളൊരു സമാന്തര ശ്രേണിയാണെന്ന് അറിയാം. ഈ സമാന്തര ശ്രേണി എഴുതാനാണ് നമ്മളോട് പറഞ്ഞുള്ളത്. ഒരു സമാന്തര ശ്രേണി എഴുതണമെങ്കിൽ നമുക്ക് എ കിട്ടണം, അതേപോലെ ഡി കിട്ടണം അല്ലേ? എ കിട്ടണം, അതേപോലെ ഡി കിട്ടണം. ഇവിടെ നിലവിൽ എന്തേലും തന്നിട്ടുണ്ടോ? നിലവിൽ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇത് ഒന്നാമത്തത് നമ്മൾ സോൾവ് ചെയ്തതാണ് കേട്ടോ, ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, നിലവിൽ നമുക്ക് എയും ഇല്ല ഡിയും ഇല്ല. അപ്പൊ നമ്മൾ ഈ 2 ആൾക്കാരും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ ഉണ്ട് എടാ? നമ്മൾക്ക് ഒരു സീരീസ് ഉണ്ട് അല്ലെ? 1, 2, 9 ആൾക്കാരുണ്ട് അല്ലെ? ഇതിൽ 5ാമത്തെ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതൊന്ന് എഴുതാം കേട്ടോ. 1, 2, 3, 4, 5 5 ആൾക്കാരുണ്ട്. ഈ ആദ്യത്തെ 5 ആൾക്കാരെ തുക നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 80 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? ആദ്യത്തെ 5 ആൾക്കാരെ തുക എന്ന് പറയുന്നത് 80 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എടാ, ഈ 80നെ ഇയാളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഈ സെൻട്രത്തെ ആളെ നമുക്ക് കിട്ടൂലേ? സെൻട്രത്തെ ആൾ ആരാ? 3ാമത്തെ ആളാണ്. എടാ നോക്കടാ, ഈ 5ാമത്തെ ആളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇയാള് 8 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 5ാമത്തെ ആളെ. അതായത് a5 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, എന്താ? 8 ആണെന്ന് അല്ലേ? 5th ടേം ആയ a5 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 8 ആണെന്ന്. നമ്മൾ a3 കണ്ടെത്താൻ പോവുകയാണ്. മീൻസ് a3 സെൻട്രത്തെ ആളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളുടെ സമനെ, ആള് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇയാള് ഒറ്റ ഓടാണെങ്കിൽ 1, 2, 3, 4, 5 അതൊരു ഓടാണ് അല്ലെ? ഈ ഓഡ് നമ്പറുകളുടെ തുകയെ നമ്മൾ ഈ എണ്ണം കൊണ്ട് ഹരിച്ചാൽ, അതായത് 80നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും. എത്രയാ? എഗെയിൻ 5 കൊണ്ട് കട്ട് ചെയ്യുക, 1 കിട്ടും, 3, 6, 16 എന്ന് കിട്ടും അല്ലെ? ഈ 16 എന്ന് പറയുന്നത് ഇവിടുത്തെ ആളെയാണ് കിട്ടുക, സെൻട്രത്തെ ആളെയാണെന്ന് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? സെൻട്രത്തെ ആളെയാണ് കിട്ടുക. അപ്പൊ ഇയാള് 16 കിട്ടി, ഇയാൾ 8 കിട്ടി. അത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുകൂടെ? അതായത് ഇവിടെ a3 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാ? 16 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെ വന്നത് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ a5 നമ്മൾ കണ്ടുപിടിച്ചു, a3 നമ്മൾ കണ്ടുപിടിച്ചു. ഇയാളെ നമുക്കൊന്ന് സീരീസ് ആക്കി എഴുതിയാലോ? a1 നമുക്കറിയോ? ഇല്ല. a2 നമുക്കറിയോ? ഇല്ല. a3 നമ്മൾ കണ്ടുപിടിച്ചു, 16 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. a4 നമുക്കറിയോ? ഇല്ല. a5 നമുക്കറിഞ്ഞൂടെ? 8 ആണെന്ന് കണ്ടുപിടിച്ചു. എടാ, ഇങ്ങനെ ഒരു ശ്രേണി തന്നാൽ ഇവിടെ 2 ആൾക്കാരുണ്ട്, അതിന്റെ സെൻട്രത്തെ ആളെ നമുക്ക് കാണാൻ അറിയില്ലേ? നമ്മൾ എന്താ ചെയ്യാം? a4 നമുക്ക് കാണാൻ അറിയും. അത് ഇയാളെയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ട് അയാളെ ഒരു 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അയാളെ സെൻട്രത്തെ ആളെ കിട്ടും അല്ലെ? അതായത് a4 നമുക്ക് കിട്ടും. അപ്പൊ a4 = എന്താ കിട്ടുക? ഇയാളെ 2 ആളെയും കൂട്ടണം. അതായത് 16നെയും 8നെയും 2 അപ്പുറത്തുള്ള ആളുകളെ കൂട്ടണം. അതിനെ ഒരു 2 കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ടാണ്? ഇയാളൊരു സമാന്തര ശ്രേണി ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 16 + 8 എന്ന് പറയുന്നത് 24 ആണ്. 24/2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ഇയാളെ നമുക്ക് കിട്ടി, a4 നമുക്ക് കിട്ടി. ഇയാളെ നമ്മൾ മാറ്റി എഴുതാണ്, 12 എന്ന് മാറ്റി എഴുതാണ്. എടാ, ശ്രേണിയിലെ 3 ആൾക്കാർ കിട്ടിയില്ലേ? ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഡീനെ നമുക്ക് കണ്ടൂടെ? കോമൺ ഡിഫറൻസ് ആയ ഡീനെ നമുക്ക് കണ്ടൂടെ? എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? അപ്പുറത്ത് ആരാണോ ഉള്ളത് അയാളുടെ തൊട്ട് മുമ്പത്തെ ആളെ കുറയ്ക്കുക. അതായത് 12ൽ നിന്നും 11 കുറയ്ക്കുക, അല്ലെങ്കിൽ 8ൽ നിന്നും 12 കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ 8ൽ നിന്ന് 12 കുറച്ചാൽ എത്രയാ? വെറും 4 ആണോ? അല്ല, -4 ആണ്. 8ൽ നിന്നും 12 കുറയ്ക്കുമ്പോൾ -4 ആണ്. നിലവിൽ നമുക്ക് d = -4 എന്ന് കിട്ടിയിട്ടുണ്ട്. ആരും കൂടി വേണം ശ്രേണി എഴുതണമെങ്കിൽ? a കൂടി വേണം നമുക്ക് ആ ശ്രേണി എഴുതണമെങ്കിൽ
അല്ലേ? എടാ മക്കളെ, a+4d പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? a+4d പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ a+4dയിൽ നമ്മൾ d കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷന് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. ഇതെന്താ? ഫിഫ്ത്ത് ടേം ആണ് ഇയാള് അല്ലേ? ഫിഫ്ത്ത് ടേമിന് നമ്മൾ a+4d എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഡിയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കല്ലേ? അപ്പോൾ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ഡി അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് -4 ഇൻ ഇക്വേഷൻ ഏതിലാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ 1ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എന്ത് കിട്ടും നമുക്ക്? എ അതേപോലെ ഉണ്ട്, എ ആണ് നമുക്ക് കണ്ടിരിക്കുന്നത്, +4d എന്നാണ്. അപ്പൊ 4 × -4 d -4 ആണ് ഈക്വൽ ടു നമുക്ക് എന്താ 8 എന്നാണ്. ഈ ഇക്വേഷനിലാണ് നമ്മൾ ഈ ഡിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്തിനാണ്? എ കാണാനാണ്. അപ്പൊ നമുക്ക് എ ഈക്വൽ ടു എഴുതിക്കൂടെ? എ ഈക്വൽ ടു ഇയാള് എന്ന് പറയുന്നത്, ഇയാളെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഈ 4 - 4 എന്ത് ചെയ്താൽ എത്ര കിട്ടും? 16 ആണ്. വെറും 16 അല്ല, -16 ആണ്. അപ്പോൾ 8 ഓൾറെഡി ഉണ്ട്. ഈ -16 അപ്പുറത്തേക്ക് പോകുമ്പോ എന്താ? +16 ആയിരിക്കും. അഗൈൻ എ എന്ന് പറഞ്ഞത് 24 എന്ന് കിട്ടും. നമുക്ക് എ കിട്ടി, 24 ആണെന്ന് കിട്ടി. എടാ, ഇത് കിട്ടിയാൽ നമുക്ക് ശ്രേണി എഴുതിക്കൂടെ? എന്തായിരിക്കും നമ്മളെ ശ്രേണി വരിക? എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, എ എന്ന് പറയുന്നത്. അപ്പൊ 24 ഫസ്റ്റ് ടേം കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം, അടുത്തൊരാളെ കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയ അടുത്ത ആളെ 24 - 4 20 എന്ന് കിട്ടും. അഗെയിൻ അടുത്തൊരു ശ്രേണി എന്ന് പറയുമ്പോൾ ഈ 20യിൽ നിന്നും ഈ 4 നമ്മൾ മൈനസ് ചെയ്യുക, 60 എന്ന് കിട്ടും. ഈ ശ്രേണി ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇതാണ് നമ്മളെ ആൻസർ എന്ന് പറയുമ്പോൾ. ഇത് കാണുമ്പോൾ നമുക്ക് കുറെ ഉണ്ട് തോന്നും. ഓക്കെ, ഈക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. റെഡിയാണോ? ഇതിനനുസരിച്ചുള്ള മാർക്കും ഇതിനുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, നമുക്ക് 2020 അവസാനത്തെ ഒരു ചോദ്യമാണ്. കുറച്ച് ടൈറ്റ് ആണ്. നമ്മൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഭയങ്കര സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്? നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതാണ് ആ അരിത്തമാറ്റിക് സീക്വൻസ് 1 3 5 7. അതാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ആദ്യത്തെ 5 നമ്പറുകളുടെ തുക എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എടാ, ഇവിടെ 1 2 3 4 ആൾക്കാരുണ്ട്. അഞ്ചാമത്തെ ആൾ കൂടി വന്നു കഴിഞ്ഞാൽ ആ 5 ആൾക്കാരെയും കൂട്ടിയാൽ നമുക്ക് ആദ്യത്തെ 5 ടേംസിന്റെ തുക കിട്ടില്ലേ? അപ്പൊ ഇവിടെ 4 ആൾക്കാരുണ്ട്. ഈ 4 ആൾക്കാരെ നമ്മൾ കൂട്ടിയാൽ എന്താ കിട്ടുക? ആദ്യത്തെ 4 ആൾക്കാരെ തുക കിട്ടും. അപ്പോൾ അഞ്ചാമത്തെ ഒരാൾ കൂടി വന്ന അയാളും കൂടി കൂട്ടി ആദ്യത്തെ 5 ആൾക്കാരെ തുക കിട്ടും. അപ്പൊ അഞ്ചാമത്തെ ആളെ നമ്മൾ കണ്ടുപിടിക്കണം. അഞ്ചാമത്തെ ആളെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കാണുക. ഇയാളുടെ രണ്ടാൾക്ക് ഇടയിൽ എത്ര ഡിഫറൻസ് നോക്കുക. 1ന്റെയും 3ന്റെയും ഇടയിൽ 2 ആണ്, 3ന്റെയും 5ന്റെയും ഇടയിൽ 2 ആണ്. ഇയാൾ എന്താണ്? ഇയാൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഒക്കെ എന്താ? തുല്യമായിരിക്കും. അപ്പൊ d = 2 എന്ന് എഴുതാം. d2 കോമൺ ഡിഫറൻസ് 2 കിട്ടി. അപ്പോൾ അടുത്ത ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 9 ആയിരിക്കും അല്ലേ? 9 അല്ലേ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത്? ഇതാ, ഒരു സംശയമില്ലാതെ നമുക്ക് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 9 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇയാളൊക്കെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഫിഫ്ത്ത് ടേമിന്റെ സമ്മ് കിട്ടും, ആദ്യത്തെ ഫിഫ്ത്ത് ടേമിന്റെ. അപ്പൊ സം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിക്കൂടെ? സം ഈക്വൽ ടു എന്ന് പറയുന്നത് 1 + 3 + 5 + 7 + 9 = 25 എന്ന് കിട്ടും. കിട്ടിയോ? 25 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ബി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്? ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ സമ്മ് കാണാൻ, n ടേമുകളുടെ സമ്മ് കാണാൻ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിന്നോട്ടെ. എടാ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇയാളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 3 5 7 9 എന്താണ്? അയാൾ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്താണ്? n² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ n² ആണ് പഠിച്ചത്. അത് അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ്? അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിച്ചില്ലേ? ഈ സീരീസിന്റെ ബീജഗണിത രൂപം എന്താണെന്നും കൂടി അല്ലേ മറ്റൊരു രീതിയിൽ ഈ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താ പറയാ, അൽജിബ്രിക് ഫോം എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? ആ ചോദ്യം എന്ന് പറയുന്നതും ഈ ചോദ്യം എന്ന് പറയുന്നതും ഒരേ ആളാണ്. നമുക്ക് അങ്ങനെ ഒരു സീരീസിന്റെ അൽജിബ്രിക് ഫോം കാണാൻ നമുക്ക് അറിഞ്ഞൂടെ? എന്താ? ഇക്വേഷനിൽ കൊണ്ടായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? അത്രയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. എടാ നോക്കടാ, അത് കാണുന്നതും
ഇയാൾ ഓഡ് നമ്പേഴ്സ് അല്ലേ, അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഓഡ് നമ്പേഴ്സ് അല്ലേ, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ നമുക്ക് അറിഞ്ഞൂടെ എന്താ എൻ സ്ക്വയർ ആണെന്ന്. അപ്പൊ എൻ സ്ക്വയർ അല്ലേ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്, എൻ സ്ക്വയർ അല്ലേ. അതായത് ഈ സീരീസിന്റെ ബീജഗണിത രൂപം ചോദിക്കുന്നതും ഈ ചോദ്യം ചോദിക്കുന്നതും ഇത് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ എൻ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. ഓക്കെ, അത് കിട്ടി. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ പറഞ്ഞു തരും കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ n ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസ് ഇതാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ്. നമ്മൾ അത് വായിക്കാനൊന്നും നിൽക്കില്ല. എടാ ഇതിന്റെ n ടേംസുകൾ നമ്മൾ കണ്ടു, എന്താ എൻ സ്ക്വയർ എന്ന് കിട്ടി, എന്താ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. എടാ ഇതും സെയിം ചോദ്യമല്ലേ, ആളുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ. ഇയാളുടെ കൂടെ ഒരു ബൈ n വന്നതല്ലേ ഇയാൾ എന്ന് പറയണത്. ഇയാളുടെ സമ്മ് നമുക്ക് എൻ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ സമ്മിന്റെ സമ്മാവുമ്പോ ഇയാളുടെ താഴെ ഒരു n മാത്രമേ, ബാക്കിയൊക്കെ സെയിം ആണ്, ഇയാളുടെ താഴെ ഒരു n മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ സമ്മാവുമ്പോൾ എന്താ താഴെ ഒരു n ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ ഒരു n അല്ലേ വന്നിട്ടുള്ളൂ. ഈ എൻ സ്ക്വയറത്തെ ഈ സ്ക്വയറും ഈ എന്നും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് n എന്ന് കിട്ടും. ഇതാണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണോ? ഇനി അടുത്ത നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എങ്ങനെയാന്ന് നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ്. ആദ്യത്തെ n ടേംസുകൾ നമ്മൾ കണ്ടു, എന്താ സോറി n ടേംസുകൾ ഇങ്ങനെ ആയപ്പോൾ അതിന്റെ n എന്ന് കണ്ടു. എടാ ഈ ഇവിടുത്തെ n പകരം ഇവിടെ എന്താ 2020 അല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ n പകരം 2020 കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടൂലേ? ഒരു സംശയമില്ല, അത് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 220 ആയിരിക്കും. ഓക്കെ, ചോദ്യം മനസ്സിലാക്കണമേ എന്നുള്ളൂ. റെഡി ആണോ? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. സമ്മ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് ഇക്വേഷനുകൾ ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d പറഞ്ഞുള്ള ഒരു ഇക്വേഷനും അതേപോലെ മറ്റൊരു ഇക്വേഷനും ഉണ്ട്, n/2 ഇൻറ്റു a1 പ്ലസ് an പറഞ്ഞുള്ള ഒരു ഇക്വേഷനും നമുക്കുണ്ട്. നമ്മളത് ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. n എന്ന് പറയുന്നത് ഇതാ a1 നമുക്കറിയണം, an നമുക്കറിയണം. ഫസ്റ്റ് ടേം നമുക്കറിയോ? ഈ സീരീസിലെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം. ഈ രണ്ട് ഇക്വേഷനിലും ഈ ഇക്വേഷൻ ആണ് ഒന്നുകൂടി സുഖം. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതാണ് നമ്മൾ വെച്ചിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി ആണോ? അപ്പോൾ n എന്ന് പറയുന്നത് എന്താ? ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം ആദ്യത്തെ സമ്മ് കാണാനാണ് 5 ടേംസ്. അപ്പൊ n എന്താ? 5 ടേമുകൾ. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, an എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. ഇതാ ഫിഫ്ത്ത് ടേം ആണ് ലാസ്റ്റ് ടേം, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5/2 ഇൻറ്റു a1 എന്ന് പറയുന്നത് 1 ആണ്, 1 പ്ലസ് an എന്ന് പറയുന്നത് 9 ആണ്, ഈക്വൽ ടു 5/2 ഇൻറ്റു 1 പ്ലസ് 9 എന്ന് പറയുന്നത് 10 ആണ്. ഈ 10ഉം ഈ 2 ഞാൻ കട്ട് ചെയ്തു, നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടും. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റെഡി ആണോ? ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇവിടുത്തെ നമുക്ക് 25 കിട്ടിയിട്ടില്ലേ ഫിഫ്ത്ത് ടേം. ഓക്കെ, ഫിഫ്ത്ത് ടേം നമുക്ക് 25 എന്ന് കിട്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്യാണ്. എന്താ നമ്മളോട് പറഞ്ഞത്? ഈ ഒരു സീരീസിലെ എന്താ nth ടേമുകളുടെ സമ്മ് ഇയാളുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ അൽജിബ്രിക് ഫോം കാണുന്നത് ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ, നമുക്ക് ഈ സാധനം ഉണ്ടോ? അപ്ലൈ ചെയ്യാനുണ്ടോ? ഇല്ല. nth ടേം നമുക്കില്ല. an ഉണ്ടോ? an ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. d നമുക്ക് അറിഞ്ഞൂടെ? 2 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. d എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. n എന്ന് പറയുന്നത് nth ടേം, n എന്ന് പറയുന്നത് nth ടേം ആണ്. ഓക്കെ, അപ്പോൾ അതിന് പകരം n കൊടുത്താൽ മതി. a നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? അതും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിലവിൽ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇക്വേഷൻ ഉപയോഗിക്കാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യാണ് n നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സെക്കൻഡ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ n പകരം n തന്നെ കൊടുക്കുക. n/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് n തന്നെയാണ്. അപ്പൊ n-1 ഇൻറ്റു d എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഇത്രയും റെഡി ആണോ? എഗെയിൻ നമ്മൾ ചെയ്യാണ്. n/2 നമ്മൾ അതേപോലെ തന്നെ വെച്ചു. ഇതാ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് ഈ ബ്രാക്കറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാ ബ്രാക്കറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു n 2n ആണ്, പിന്നെ -1 ഇൻറ്റു 2 -1 ഇൻറ്റു 2 ആണ്.
അതെന്ന് പറയുന്നത് -2 ആണ്. ഈ -2 ഈ 2 ഞാൻ കട്ട് ചെയ്തു. ലാസ്റ്റ് നമുക്ക് n/2 ഇൻറ്റു ഇവിടെ ഒരു 2n ഉണ്ട്. ഈ 2 ഞാൻ കട്ട് ചെയ്ത് n² എന്ന് കിട്ടി. എടാ മക്കളെ കണ്ടോ, n² എന്ന് കിട്ടി. നമുക്കിവിടെ n² എന്ന് കിട്ടിയിട്ടില്ലേ? എന്താ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തു. നമ്മളെന്താ ഓഡ് നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് n² ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ അടുത്തൊരു ചോദ്യം ഈവൻ നമ്പർ ആയാലോ? ഈവൻ നമ്പറിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n+1 ആണ്. ഈവൻ നമ്പറിന്റെ n ഇൻറ്റു n+1 ആണ് നമ്മൾ ഈവൻ നമ്പറിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ ഓഡ് നമ്പറിന് പകരം ഈവൻ നമ്പർ. അതാവുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് വരികയാണെങ്കിലോ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയി തുടർച്ചയായി സ്റ്റാർട്ടിംഗ് നിന്ന് തുടങ്ങണം. അതായത് ഈ ഓഡ് നമ്പറിന്റെ തുക ഒന്നിൽ തുടങ്ങണം, അപ്പോഴേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒന്നല്ലേ തുടങ്ങിയത്, ഇയാൾ എന്ന് പറയുന്നത് 2 തുടങ്ങുക, 2, 4, 6 അങ്ങനെ പോകുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയാണെങ്കിൽ അതിന്റെ തുക കാണാൻ n ഇൻറ്റു n+1/2 ആയിരിക്കും. നിങ്ങൾ കൂട്ടത്തിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം ചിലപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. റെഡിയാണോ? എടാ നമ്മളോട് ഫൈൻഡ് ദ സം ഓഫ് ദ n ടേംസ് ഓഫ് ദ ഈ ആളുടെ n ടേംസിന്റെ സമ്മാണ്. അതായത് ഇയാളുടെ ഒക്കെ കൂട്ടിയാൽ എന്താ കിട്ടുക അതല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്. അതായത് 1/n + 3/n + 5/n എക്സെട്ര ഈക്വൽ എത്ര വരെയുള്ളത് n/n വരെയുള്ള സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ നിന്ന് ഞാനൊരു 1/n കോമൺ ആയിരിക്കുക. ഒരു n എല്ലാത്തിലും ഇല്ലേ, അപ്പൊ ഞാനൊരു 1/n എല്ലാത്തിലും കോമൺ ആക്കി എടുക്കുക. ഇയാളിൽ നിന്ന് ഒരു 1/n ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 1 ഉണ്ടാവും, ഇവിടെ ഒരു 3 ഉണ്ടാവും, ഇവിടെ ഒരു 5 ഉണ്ടാവും, പ്ലസ് എക്സെട്ര ടു n കിട്ടും. ഒരു 1/n എന്നുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓഡ് നമ്പർ അല്ലേ ഇയാള്. 1 + 3 + 5 എക്സെട്ര ടു n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സമ്മ് കാണാൻ നമുക്ക് അറിയൂലേ എന്താ n² ആണെന്ന്. അപ്പൊ ഇയാൾക്ക് പകരം ഈ ബ്രാക്കറ്റിലുള്ള ചങ്ങായിക്ക് പകരം ഞാൻ n² കൊടുക്കുകയാണ്. ഓക്കെ, ഈ സ്ക്വയറും ഈ n ഞാൻ കട്ട് ചെയ്തു, ഈക്വൽ ടു n എന്ന് കിട്ടി. അഗൈൻ n കിട്ടി. നമുക്ക് ഇവിടെ ഇല്ലേതാ n എന്ന് കിട്ടി. ഓക്കെ, അത് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇയാളുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത് അല്ലേ, അയാളുടെ സമ്മാണ്. അതായത് അയാളുടെ നമുക്ക് 1/2020 + 3/2025 ഞാൻ എഴുതുന്നില്ല, പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. എക്സെട്ര 2020/2020 എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് n/2020 അല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇത്രയും n നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇയാളെ നമ്മൾ ഒരു 1/2020 ഞാൻ കോമൺ ആക്കി എടുത്തു. n എന്ന് പറയുന്നത് എന്താ 2020 ആണ്. അപ്പോ നമുക്ക് വരും 1 + 3 + എക്സെട്ര പറഞ്ഞിട്ട് 2020 എന്ന് എഴുതാൻ പറ്റൂല. ഇവിടെ ഇത്രയും n എന്ന് എഴുതാനും പറ്റൂല. ഇവിടെ n നമുക്ക് എഴുതാൻ പറ്റും. 2020 ടേംസ് ആണ് മക്കളെ. 3 പോലെ ടേംസ് ആകുമ്പോൾ ഇതിന്റെ ഉള്ളില് അതായത് ഇതിന്റെ ഇങ്ങനെ പോയി ഇതിന്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റിൽ 2020 ടേമുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതൊക്കെ എന്താ ഓഡ് നമ്പേഴ്സ് ആണ്. 2020 നോക്കണ്ട, 2020 ടേംസ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. 1/2020 അതേപോലെ ഈ ഓഡ് നമ്പർ ആണ്. എത്ര ഓഡ് നമ്പർ? 2020 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അത് n² ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ 2020 ഉണ്ടെങ്കിൽ 2020 സ്ക്വയർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്ക്വയറും കട്ടേ ലാസ്റ്റ് ഇയാൾ മാത്രമായിരിക്കും. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. റെഡിയാണോ? ഈ മെത്തേഡിലൊക്കെ നമ്മൾ പഠിക്കണം. ഏറ്റവും സുഖം ഇതാണ്. ചിലപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇത് ഭയങ്കര സുഖമാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കയറി പോവുകയാണ് അല്ലേ ചെയ്യാൻ. അപ്പം ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണല്ലോ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത്. വെറും 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. 2 ഇക്വേഷൻ ഇയാളാണ്, അതേപോലെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് a + n - 1 × d ആണ്. റെഡിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.